നമസ്കാരം. ചുരൽമല മുണ്ടക്കൈ മേപ്പാടി ലാൻഡ് സ്ലൈഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും ചാനലുകളിലൊക്കെ വളരെ വലിയ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം അറിയാമല്ലോ, ഇപ്പോൾ കണക്ക് അത് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നവരുണ്ട്. എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഇത്രയാകും എന്ന് പറയുന്നതാണ്. ഇത്രയാകും എന്ന് പറയുന്നതാണെന്നുണ്ടെങ്കിൽ പാലം പണി കഴിഞ്ഞിട്ടും അതുപോലെ ഖബറടക്കം കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ മറ്റുള്ളവരെ മറവാടം കഴിഞ്ഞ ശേഷം ഉണ്ടാക്കേണ്ട അല്ല എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞത്. അത് ചെലവാണ്, ഒക്കെ പണി കഴിഞ്ഞു. അപ്പൊ അങ്ങനെ വരുമ്പോൾ ചില കാര്യങ്ങൾ കൂടി പറയാതെ പോകാൻ പറ്റുന്നില്ല ഇപ്പോഴത്തെ കണക്കുകളുടെ പശ്ചാത്തലത്തിൽ. സത്യത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. അവിടെ വൈറ്റ് കാർഡ്സ് അടക്കം ഒത്തിരി പേർ അവിടെ സേവന മാതൃക, ഇതുവരെ കേരളം കാണാത്ത രീതിയിലുള്ള വലിയ സേവന മാതൃക തീർത്ത ഒരു സന്നദ്ധ പ്രവർത്തനമാണ് അവിടെ കണ്ടത്, വയനാട്ടിൽ കണ്ടത്. അതായത് 1 രൂപ പ്രതിഫലമില്ലാതെ ആ കൊടും മഴയത്ത് ആ വലിയ പ്രതിസന്ധികളൊക്കെ അതിജീവിച്ചുകൊണ്ട് അവിടെ സേവനം ചെയ്ത നൂറുകണക്കിന് ആൾക്കാരെ പൊട്ടന്മാരാക്കിക്കൊണ്ട് അവഹേളിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടാണ് ഇപ്പൊ വന്നിട്ടുള്ളത്. അതായത് ഈ പണത്തിന്റെ കണക്കിന്റെ റിപ്പോർട്ടാണ് ഇപ്പൊ പുറത്തു വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് ആണ് പുറത്തു വന്നിട്ടുള്ളത്. എന്തോ ആയിക്കോട്ടെ, എന്തിനാണ് അവരെ അപഹസിക്കുന്നത്? അവരെന്തെങ്കിലും തരത്തിലുള്ള പ്രതിഫലം പറ്റിയിട്ടാണോ അവർ പണിയെടുത്തത്? ഇവിടെ സർക്കാരിന് കുറെ കണക്കുകൾ കണ്ടു. അവർക്കുള്ള ഭക്ഷണം, അവരുടെ വസ്ത്രം, അവരുടെ ചെലവ്, പിന്നെ അവരുടെ പോക്കുവരവ്, ഇതെല്ലാം കൂടെ ചേർത്ത് കണ്ടുകൊണ്ടുള്ള സർക്കാരിന്റെ കണക്ക് കാണുമ്പോൾ സ്വാഭാവികമായും അവിടെ ഇത്തരത്തിൽ നിസ്തുലമായി അവിടെ കഷ്ടപ്പെട്ട സ്വന്തം കുടുംബം നോക്കാതെ വരുന്ന അപകടം, ഇനിയൊരു അപകടം വരില്ല എന്ന് യാതൊരു ഉറപ്പുമില്ല. കാരണം അത്തരത്തിലുള്ള കോരിച്ചേരുന്ന മഴ, വീണ്ടും ഒരു അപകടം കൂടി വന്നാൽ ജീവൻ നഷ്ടപ്പെടുന്ന ഉറപ്പ്, അതൊക്കെ കണ്ടുകൊണ്ട് ആ പണിയെടുത്തവരെ അപഹസിച്ചവരല്ലേ, അല്ലെങ്കിൽ അവരെ രക്ഷിക്കാൻ, തന്റെ സഹജീവികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇറങ്ങിയവരെ അപഹസിക്കുന്ന രീതിയിലുള്ള ഒരു കണക്കല്ലേ പിണറായി സർക്കാർ പുറത്തുവിട്ടത്? ആരാണ് വയനാട്ടിലെ മൃതദേഹങ്ങൾ സംസ്കരിച്ചത്? മൃതദേഹങ്ങൾ അവിടെ ബഹുഭൂരിപക്ഷവും സംസ്കരിച്ചത് വൈറ്റ് കാർഡ്സ് അടക്കമുള്ള സന്നദ്ധ സംഘടനകളാണ്. ഭൂരിപക്ഷവും വൈറ്റ് കാർഡ്സ് ആണ്. അവർ അതില് ശരീരം മുഴുവനില്ലാത്തതുണ്ട്, ശരീര അവശിഷ്ടങ്ങളുണ്ട്, പഴകി ജീർണിച്ചതുണ്ട്. ഇതൊക്കെ കൃത്യമായി അത് വേണ്ട രീതിയിൽ അത് ഖബറടക്കം ചെയ്യേണ്ടത് അത് ചെയ്ത്, മറവാടേണ്ടത് അത് ചെയ്ത്, മറ്റെന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതെല്ലാം ചെയ്യേണ്ടതൊക്കെ അവിടുത്തെ സന്നദ്ധ പ്രവർത്തകരാണ്. അതിൽ സർക്കാരിന്റെ ആർക്കെങ്കിലും എന്തെങ്കിലും റോളുണ്ടോ? എത്ര ഹൃദയഭേദകമായ ഒരു വേദനയാണെന്നറിയോ? ഒരു കാലുകൾ മാത്രം, കൈകൾ മാത്രം, തലകൾ മാത്രം ഒക്കെ കിട്ടുന്ന ശരീരഭാഗങ്ങൾ മണ്ണോട് ചേർത്ത് വെക്കുമ്പോൾ അവരുടെ ഹൃദയവേദന സത്യത്തിൽ അതിന് വിലയിടുന്നത് പോലെ ആയിപ്പോയി. ഇത് 1 രൂപ, 1 നയാ പൈസ വാങ്ങാതെയല്ലേ അവരത് മറവാടിയത്, ആ കർമ്മങ്ങൾ അവർ ചെയ്തത്. എന്നിട്ട് അവർ ചെയ്ത ആ കാരുണ്യത്തിന്റെ, അതായത് അത്രത്തോളം മനസ്സ് വിഷമിച്ച് അവർ ചെയ്തിട്ടുള്ള ആ പുണ്യകർമ്മത്തിന് ഒരു ശരീരത്തിന് 75,000 രൂപ വീതം കട്ടെടുത്തത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? പിന്നെ തെരച്ചിലിന്റെ കണക്കാണ് പറഞ്ഞത്. അവിടെ സ്വന്തം വാഹനം, ഏറ്റവും കൂടുതൽ ഓഫ് റൈഡേഴ്സിന്റെ വാഹനങ്ങള്, അവിടെ വാഹനങ്ങൾ കൊണ്ടുവന്ന് അവിടെ തെരയാനും അതിൽ എണ്ണയടിച്ച് അവിടെ മുഴുവൻ കാര്യങ്ങൾ ഓടി നടക്കാനും ഒക്കെ സർക്കാരിന്റെ എത്ര വാഹനങ്ങളാണ് അവിടെ ഉണ്ടായത്? അല്ലെങ്കിൽ സർക്കാരിന്റെ ചെലവിൽ എത്ര വാഹനങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്? പണം ഉണ്ടായിട്ടല്ല, പക്ഷെ അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങൾ അടിയന്തരമായി ചെയ്യണം. സർക്കാരിന്റെ കാര്യങ്ങൾ ഒരു വ്യവസ്ഥയിലേ നടക്കൂ. അതൊക്കെ ആ ഫയല് നീങ്ങി വരുമ്പോഴേക്കും ഇവിടെ ജീർണിച്ച് വേഗം എത്തേണ്ടത് എത്തിയിട്ടുണ്ടാവും. ജീവനുള്ളവരെ ചെകഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് സർക്കാരിന്റെ വാഹനവും കാത്തിരുന്നു കഴിഞ്ഞാൽ നടക്കില്ലെന്ന് അറിയാവുന്നത് കൊണ്ട് സ്വന്തം വാഹനം കൊണ്ട് ഇറങ്ങി കേടുവരുത്തിയവരും അതിനുവേണ്ടി കാശ് ചെലവാക്കിയവരുമായിട്ടുള്ള വലിയൊരു സ്നേഹസമ്പന്നരായ ഒരു കൂട്ടമുണ്ട്. അവരെയല്ലേ നിങ്ങൾ അവർ ചെലവാക്കിയ, അവരുടെ സ്വന്തം പണത്തിൽ നിന്ന് ചെലവാക്കിയ, സ്വന്തം വാഹനം എടുത്തുകൊണ്ടിറങ്ങിയ ആ ഓരോന്നും സ്വന്തം ചെലവിൽ നിന്നാണ്, സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് സർക്കാർ കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് കള്ളക്കണക്കെഴുതി കൊള്ളയടിച്ചത്. അങ്ങനെയുള്ള മഹാത്യാഗങ്ങൾ ചെയ്ത ഇവരാരെങ്കിലും 1 രൂപയുടെ പ്രതിഫലം പറ്റിയതായിട്ട്, ആരെങ്കിലും 1 രൂപ വാങ്ങിയതായിട്ട് തെളിയിക്കാൻ സർക്കാരിന് കഴിയുമോ? പിണറായി സർക്കാരിന് കഴിയുമോ? ഹൈക്കോടതിക്ക് ഒരു വലിയൊരു കണക്ക് കൊടുത്തല്ലോ. ആരെയും കാത്തു നിൽക്കാതെ സ്വന്തം കൂടപ്പുറപ്പുകളെ, ജീവനുള്ളവരെ രക്ഷപ്പെടുത്താനും മറ്റുള്ളവരെ മണ്ണോട് ചേർക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടവരെ നാണം കെടുത്തുന്ന ഒരു രീതിയായി പോയി ചെയ്തത്. ഒരിക്കലും വയനാട്ടിലെ ഒരു മനുഷ്യനും ഇല്ല, മലയാളികൾ ആരും തന്നെ, മനുഷ്യനെ സഹിക്കുന്ന ആരും തന്നെ ഇതിന് സഹിക്കില്ല എന്നുള്ളത് വാസ്തവമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ സർക്കാർ ചെയ്തത് ഒരിക്കലും പൊറുക്കാനാവാത്ത തെറ്റാണ്. നോക്കൂ, അവിടെ വൈറ്റ് കാർഡ്സ് ഭക്ഷണം കൊടുത്തു, തീർത്തും സൗജന്യമാണ്. അവര് സ്വന്തം കീച്ചയിൽ നിന്ന് പണം കണ്ടെത്തി, അവർ സംഘടനാ നിലയിൽ പണം കണ്ടെത്തി, അതുപോലെ സാധനങ്ങളും സാമഗ്രികളും അരിയും പച്ചക്കറിയും എല്ലാം വ്യത്യസ്ത രീതിയിൽ കണ്ടെത്തി. അവർ സുഭിക്ഷമായ ഭക്ഷണം അവിടെ എല്ലാവർക്കും വിതരണം ചെയ്തു. യാതൊരു കണ്ടീഷനും ഇല്ലാതെ രാവിലെ തുടങ്ങുന്നത് അർദ്ധരാത്രി വരെ അത് ചെയ്തുകൊണ്ടിരുന്നു. എത്ര ഉപകാരമായിരുന്നു അവിടെ ജീവൻ രക്ഷാപ്രവർത്തനം നടത്തുന്ന എല്ലാവർക്കും, അവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥർക്കും അതുപോലെ രാഷ്ട്രീയ പ്രവർത്തകർക്കും ഈ സന്നദ്ധ പ്രവർത്തകർക്കും പട്ടാളക്കാർക്കും പോലീസുകാർക്കും എല്ലാം. ഈ സന്നദ്ധ പ്രവർത്തകരിൽ പല മതസ്ഥരുണ്ട്, പല ജാതികളുണ്ട്, പല രാഷ്ട്രീയ പാർട്ടികളുണ്ട്,
വ്യത്യസ്തമായ ഒരു തരത്തിലും ആശയപരമായി യോജിക്കാത്ത രാഷ്ട്രീയ പാർട്ടികളുടെ സന്നദ്ധ സംഘടനകളുണ്ട്. പക്ഷേ ആ മണ്ണിൽ എല്ലാവരും തോളോട് തോൾ ചേർന്ന് ഒരേ മനസ്സോടെയല്ലേ അവർ മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടപ്പെട്ടത്, മറ്റുള്ളവരെ ചകഞ്ഞെടുക്കാൻ വേണ്ടി ഉത്സാഹിച്ചത്. അവരാരെങ്കിലും ഇപ്പൊ സേവാഭാരതിയുടെയോ ഡിവൈഫൈന്റെയോ SDPIന്റെയോ ആൾക്കാർ ആരാണ് ഭക്ഷണം വിളമ്പുന്നത് നോക്കിയോ? മുസ്ലിം ലീഗാണോ, വൈറ്റ് ഗാർഡാണോ, യൂത്ത് ലീഗാണോ അവിടെ ആരെങ്കിലും ചോദിച്ചോ? ഇല്ലല്ലോ. പുറമെ നിന്നുള്ളവർക്കല്ലേ കുഴപ്പം. എന്തിനാണ് അതിനെ പൂട്ടിച്ചത്? എന്നിട്ട് പറഞ്ഞെന്താണ്, നിങ്ങളെക്കാളും നല്ല രീതിയിൽ ഇവിടെ ഭക്ഷണം കൊടുക്കാൻ അവിടെ ആണുങ്ങളുണ്ട് എന്നാണ് പറഞ്ഞത്. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ അവിടെ സൗജന്യമായിട്ട് ഭക്ഷണം കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളുടെ സേവനം ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് ആ അവസാന നിമിഷം വരെ നിന്ന് അവരെ ആട്ടിപ്പായച്ചു വിട്ടത് എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ഇന്ന് ഭക്ഷണം കൊടുത്ത കണക്ക് പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്, മലയാളികൾക്ക് മനസ്സിലാകുന്നുണ്ട്. ഇങ്ങനെ ഓടിച്ചു വിട്ട് കള്ളക്കണക്ക് എഴുതിയിട്ട് വേണമായിരുന്നോ ഈ പാവപ്പെട്ടവർക്ക് വന്നിട്ടുള്ള അവരുടെ പുനരധിവാസത്തിന് ജനങ്ങൾ, ഞാനടക്കമുള്ളവർ നിങ്ങളുടെ ഖജനാവിലേക്ക് ഇട്ട് തന്നിട്ടുള്ള, അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇട്ടുന്നുള്ള പണം കൊള്ളയടിക്കാനുള്ള ഒരു കണക്ക് കെട്ടിച്ചമച്ചത്? അവിടെ വൈറ്റ് ഗാർഡും അത് കഴിഞ്ഞ് ഹോട്ടൽ അസോസിയേഷനും ഇവർ രണ്ടുപേരുമാണ് സൗജന്യമായിട്ട് ഭക്ഷണം കൊടുത്തതെങ്കിൽ പിന്നെ ഈ സർക്കാർ എവിടെയാണ് ഭക്ഷണം കൊടുത്തത്? എത്ര കോടിയാണ്? 18 കോടിയാണ് ഭക്ഷണത്തിന്റെ കണക്ക് പറഞ്ഞത്, 2 വിഭാഗങ്ങളായിട്ട്. ആരാണ് ഈ ഭക്ഷണം എല്ലാം കൂടി തിന്നത്? അവിടെയുള്ള സർക്കാർ മേഖലയിൽ അല്ലെങ്കിൽ സർക്കാർ നിയോഗിച്ചിട്ടുള്ള കുറച്ച് സന്നദ്ധ പ്രവർത്തകർ എല്ലാവരും കൂടി 18 കോടിയുടെ ഭക്ഷണം തിന്നിട്ടുണ്ടെങ്കിൽ വല്ലാത്ത തീറ്റയായിരിക്കുമല്ലോ അവർ തിന്നിട്ടുണ്ടാകുക. എന്താ അവർക്ക് കൊടുത്തത്? ആ കണ്ടിട്ടുള്ള ഭീമമായ കണക്ക്, ആ കണക്കിൽ ഏതെങ്കിലും ഒരു കണക്ക് വസ്തുതയ്ക്ക് നിരക്കുന്ന എന്തെങ്കിലും ഒരു കണക്കുണ്ടോ? നിങ്ങൾ മുസ്ലിം ലീഗിന്റെ ആപ്ലിക്കേഷൻ എടുത്ത് നോക്ക്. 30 കോടി കഴിഞ്ഞു നിൽക്കുന്ന ആപ്ലിക്കേഷനിൽ ഇന്നും എല്ലാം സുതാര്യമാണ്. എത്ര കിട്ടിയെന്ന് കൃത്യമായിട്ടുണ്ട്, ആരൊക്കെ തന്നുന്നുണ്ട്. ഇനി നാളെ അത് ഏതൊക്കെ വിധത്തിൽ എങ്ങനെയൊക്കെ ചെലവഴിച്ചു എന്ന് കൃത്യമായി കണക്ക് പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. ഇങ്ങനെ വരവുക ചെലവുക ഇല്ലക എന്നുള്ള കണക്കല്ല. ഞാനടക്കമുള്ള വലിയൊരു വിഭാഗം, കേരളത്തിലെ വലിയൊരു വിഭാഗം മുഖ്യമന്ത്രിയെ വിശ്വസിച്ച് തന്നിട്ടുള്ള പണത്തിന്റെ കണക്ക് ഈ രീതിയിൽ പുറത്തുവിട്ടാൽ പോരാ. വസ്തുനിഷ്ഠമായ കൃത്യമായ കണക്ക് പുറത്തുവിടാൻ സർക്കാർ സംവിധാനം, പ്രത്യേകിച്ച് പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്ന ഇരട്ടച്ചങ്കൻ ശ്രീ പിണറായി, താങ്കൾ അതിന് തയ്യാറാകണം. അപ്പോഴാണ് ഞങ്ങളെപ്പോലുള്ളവർക്ക് താങ്കളെ പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിയുന്നത്. വളരെ ഭാരിച്ച ഉത്തരവാദിത്വമുണ്ട് ആ കണക്കുകൾ പുറത്തുവിടുന്നത്. വളരെ ജാഗ്രതയോടെ ആ കണക്ക് അധികം വൈകാതെ പുറത്തുവിടും എന്ന് തന്നെ കരുതുന്നു.